നൈറ്റ് മാസ്റ്ററിൽ എല്ലാവർക്കും സ്വാഗതം. നൈറ്റ് മാസ്റ്ററിന്റെ വിശേഷങ്ങളും നൈറ്റ് മാസ്റ്ററിന്റെ സർവീസ് എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നുള്ളത് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരുപാട് വർഷം കാലം മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 1969 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെ നമ്മൾ എന്തെങ്കിലും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഫാദറായിട്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ഇത് വീണ്ടും നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്ത് ഏകദേശം നമ്മളൊരു ബ്രാൻഡിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കേരളം മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം എത്ര മോശപ്പെട്ട കത്തികളാണെങ്കിലും എത്ര തുരുമ്പ് പിടിച്ചതാണെങ്കിലും എന്ത് ചെയ്യുന്നത് ഓൾ കേരളം ഫ്രീ ഡെലിവറി എന്ത് ചെയ്യുന്നത് ചെയ്തു കൊടുക്കുന്നത്. ഏകദേശം നമ്മളെ ഈ ഒരു അഡ്രസ്സിൽ മലപ്പുറം തിരൂർ ബീച്ചങ്ങാടിയിലാണ് നമ്മൾ ഷോപ്പ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഒരുപാട് പല കമ്പനികളിലേക്കും ടൈപ്പ് ചെയ്ത് കണ്ടാണ് അഗ്രികൾച്ചർ ഐറ്റംസ് വരെ എന്ത് ചെയ്യുന്നത് ചെറിയ രീതിയിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടിംഗ് ആയിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ നമ്മൾ ഏകദേശം ഈ പ്രസ്റ്റേജിന്റെ പോലത്തെ കമ്പനികൾ, അതുപോലെ തന്നെ അതായത് നമ്മുടെ ബ്രസീലിന്റെ കത്തികൾ ഏകദേശം എല്ലാ ഗൾഫുകാരെ വീട്ടുകളിലും എന്തുണ്ട് ഈ ബ്രസീലിന്റെ നൈഫ് ഉണ്ടാവും. പക്ഷെ ഒരു പ്രാവശ്യം ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇതിന്റെ ഷാർപ്പിങ് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും മൂല്യമുണ്ട്. ഇത് അത്യാവശ്യം വില വരുന്നതാണ്. ഏകദേശം 1500 ഏറ്റവും ചെറുതിന് ഏകദേശം 700 800 എന്തെങ്കിലും വരുന്നുണ്ട്. 1500 2000 പല റേറ്റിലാണ് ഇത് വരുന്നത്. ഇത് ശരിക്കും കാണാൻ പറ്റും. നമുക്ക് NSF എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏകദേശം നമ്മളെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതലും ഈ ഹെൽത്തിന്റെ പ്രശ്നം കൂടി വരുന്നുണ്ട്. സ്റ്റീൽ മറ്റേ അയൺ ഒഴിവാക്കിയിട്ട് ഇപ്പൊ സ്റ്റീൽ പ്യൂർ സ്റ്റീലിലാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങൾ ഇപ്പൊ യൂസ് ചെയ്ത് കണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് ഷാർപ്പിങ് കിട്ടുക എന്നുള്ള രീതിയിലേക്ക് കിട്ടുന്നത്. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഫുൾ ഷാർപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും ഈ സാധനം നമ്മൾ എന്ത് ചെയ്തത്, ഈ സാധനം റെഡിയാക്കി തരും. ഒന്ന് മാത്രമേ ഉള്ളൂ, nightmask.com ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിന്റെ അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് ഇതിൽ നൽകുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിന്റെ അതുപോലെ നമ്മുടെ അഡ്രസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാത്രം ചെയ്യാനുള്ളൂ. ഇതിലൊക്കെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൊറിയർ ചെയ്താൽ മതി. പിന്നെ വിളിക്കാതെ നമുക്ക് ഇത് വീണ്ടും ഡെലിവറി ഫ്രീ ഡെലിവറി എന്ത് ചെയ്യും. ഇതിന്റെ പ്രത്യേകത ഇതിപ്പോ നമ്മളിപ്പോ ഷാർപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് വളരെ മോശപ്പെട്ട രീതിയിലാണ് ആരും ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അത്ര എന്താ ചെയ്യാം, ഒരു ഫിനിഷിംഗ് ഇല്ല. ഇത് എറണാകുളത്തുള്ള ഒരു ഷോപ്പാണ് തന്നിട്ടുള്ളത്. അവർക്കിത് യൂസിങ് ചെയ്യാൻ പറ്റാതെ ആയപ്പോ ഞാൻ എന്ത് ചെയ്ത് ഇന്ന് ഏൽപ്പിച്ച് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തത്, ഇപ്പൊ ഞാൻ മലപ്പുറത്ത് എറണാകുളത്ത് പോകേണ്ട ആവശ്യം വന്നിരുന്നു. ആ സമയത്താണ് ഇത് എന്ത് ചെയ്ത് തന്നത്. പിന്നെ ഇത് എന്ത് ചെയ്യും, വീണ്ടും ചെയ്തിട്ട് അവനിലേക്ക് എത്തിക്കും. ഇല്ല അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പ്രസ്റ്റീജിന്റെ കമ്പനി വരുന്നത്. അത് കാണാൻ പറ്റും. ഇതിപ്പോ ഏകദേശം ഷാർപ്പിംഗ് കഴിഞ്ഞ് ഏകദേശം ഈ കമ്പനികളൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവരെ ഡയമണ്ട് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾക്ക് കാണിച്ചു നമ്മുടെ ഡയമണ്ട് റോൾ ഏകദേശം എല്ലാ കമ്പനികൾക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതുപോലത്തെ ഡയമണ്ട് റോൾ ഉണ്ടാവും. ഏകദേശം ഈ സാധനത്തിന് അത്യാവശ്യം ഇതേപോലെ നൈഫിനെക്കാളും റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇത് വരുന്നുണ്ട്. ഇത് ലോക്കൽ ഉണ്ട്, അതാണ് നമ്മൾ നാടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഇത് ഹോട്ടൽസുകളിലെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നവ ജർമ്മന്റെ, തുർക്കിന്റെ, ബ്രസീലിന്റെ എല്ലാ രാജ്യക്കാർക്കും എന്തുണ്ട് ഇതുപോലെ നല്ല റോൾ എന്തുണ്ട് ഡയമണ്ട് റോൾ എന്ന് ഇതിന് പറയാം. ഏകദേശം നമ്മൾ എന്ത് ഒരു ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ ചെയ്താൽ രണ്ടാമത്തെ ട്രിപ്പ് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഇത് നമുക്ക് ശരിക്കും കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളെ ഏകദേശം പുതിയ നൈഫാണ്. ഇത് വീണ്ടും നമ്മൾ ഷാർപ്പ് ചെയ്യുന്നത്. ഇത് ഏകദേശം ജപ്പാന് ചൈന ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ ലോക്കൽ ലെവലിൽ വാങ്ങാൻ പറ്റില്ല. ഇതിന്റെ ഷാർപ്പിങ് കാണിച്ചു തരാം. ഇപ്പൊ ഏകദേശം ഇതിന്റെ ഒരു രൂപ ഞാൻ കാണിച്ചത്. ഇതിപ്പോ നമ്മളിപ്പോ ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഷാർപ്പിംഗ് ഉണ്ട്, അത്ര പവർഫുൾ ആവില്ല. ഇനി നമ്മളെ ഷാർപ്പിങ് കാണിച്ചു തരാം. ഒരു ഷാർപ്പിംഗ് പറയുന്നത് ഇതുപോലെ നോർമൽ ലെവലിലാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഹെവി ലെവലിലാണ്. ഇത് മറ്റേ HR ഹൈ കാർബൺ ആണ് ഇതിൽ എന്ത് വരുന്നത്. ഇത് എന്താണെന്ന് അറിയാം, അടിച്ചു കഴിഞ്ഞാൽ 2 കഷ്ണം, അത് കുപ്പിച്ചിന്റെ പോലെ എന്ത് ചെയ്യും 2 പീസ് ആവുന്നത്. പിന്നെ ഷാർപ്പ് നമ്മൾ വീണ്ടും ഷാർപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം എന്താ ഒരു ഹെവി ഷാർപ്പിംഗ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഉദ്ദേശിക്കുന്ന ഈ കത്തികൾ ഇപ്പൊ എന്ത് ചെയ്യാൻ ജസ്റ്റ് കാണിച്ചത് ഇതിന്റെ ഷാർപ്പിംഗ് ഏകദേശം എത്രത്തോളം കണ്ടോ. ഇതിപ്പോ അവരെ കത്തിയതും അവര് വളരെ വീക്കായ കത്തിയാണ്. ഇത് നമുക്ക് എന്താ കട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഷെഫ് ലൈൻ എന്ന് പറയുന്നത് ഇതും ബ്രാൻഡാണ്. എല്ലാ ബ്രാൻഡിലും എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ TM കാണാം, അല്ലെങ്കിൽ R കാണാം. TM എന്ന് പറഞ്ഞാൽ ടെമ്പററി രജിസ്ട്രേഷൻ ആണ്. R എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആണ്. ഈ ഒരു ഷാർപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും എന്ത് ചെയ്യില്ല, ഒരു ഷാർപ്പിംഗ് ഉണ്ടാവും. ഇതിന്റെ ബാക്കിൽ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ വീഡിയോസ് എന്ത് ചെയ്യും, ഇത് വീണ്ടും ഞാൻ ഫുൾ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ഇതിന്റെ കൂടെ തന്നെ വരും. അപ്പൊ അതും കാണിച്ചു തരുന്നത്. നമ്മളെ കത്തികൾ എന്ത് ചെയ്ത് വീണ്ടും ഷാർപ്പിംഗ് ചെയ്ത് നമ്മള് ഇറക്കി. അപ്പോ നമ്മള് ഷാർപ്പ് ചെയ്ത് നമ്മളെ ഷാർപ്പിന്റെ ഏരിയ കുറച്ച് തൊട്ടപ്പുറത്താണ്. അപ്പോ രണ്ടും കൂടി ഒന്നിച്ച് എന്ത് ചെയ്യാൻ സാധിക്കില്ല. ചെറിയ രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. വേറെ സ്ഥലങ്ങൾ പലതുണ്ട്. പക്ഷെ നമ്മൾ ഷോപ്പിന് അടുത്തുള്ള
ഒരു സ്ഥലം. അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് എന്തല്ല ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഉണ്ട്, ഇതിന്റെ വീഡിയോസ് അവിടെ എടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഷാർപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ പ്രസ്റ്റീജിന്റെ കത്തികൾ എന്തെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ മുകളിൽ ഫുൾ ഒരുപാട് തുരുമ്പ് പോലെ ഉണ്ട്, അതുപോലെ ഒരുപാട് കറകളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ബ്രാൻഡ് നെയിം ഉണ്ടായിരുന്നു, അതൊക്കെ ഫുൾ ക്ലിയർ ആയി പോയി. കാരണം അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് മാത്രം എടുത്ത് കളയാൻ പറ്റും, പക്ഷെ നമ്മൾ എത്ര അല്ല നമ്മൾ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ ഞങ്ങൾ ഡ്രസ്സിന്റെ അതേപോലെ തന്നെ എന്തെയ്യുന്നുണ്ട് അതിന്റെ മുകളിലുള്ള കഥകള് ബാക്കിയുള്ള എന്തെയ്യുന്നുണ്ട് ഏകദേശം ഈ ഒരു സ്റ്റേജ് മാത്രം. ബാക്കി എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കാണിക്കാൻ. ഇത് നമ്മള് ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഉപജീവനങ്ങൾ എന്ത് ചെയ്യാണ് ഇതുപോലത്തെ ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതുപോലെ ആയപ്പോ നമ്മുടെ എല്ലാ വർക്കുകളും എല്ലാവരും എന്ത് ചെയ്യാനുള്ളതാണ്, നമ്മളൊരു പോരാട്ടം, ജീവിക്കാനുള്ള ഒരു പോരാട്ടം. ഇപ്പൊ ബിസിനസ് ആണെങ്കിലും എന്തൊരു തൊഴിലാണെങ്കിലും അവരെല്ലാവരും ജീവിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരവരുടെ കഴിവുകൾ എന്ത് ചെയ്യണം ജനങ്ങളിൽ എത്തിക്കണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം എല്ലാവർക്കും ഉപകരിക്കും. ആ ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിസിനസ് വളരണം. അപ്പൊ ഇതിന്റെ ഷാർപ്പ് നമ്മൾ കഴിഞ്ഞു, നേരത്തെ കാണിച്ച പോലെ തന്നെ അതൊക്കെ നമ്മൾ ഓൾറെഡി ഷാർപ്പ് ചെയ്ത കത്തികൾ തന്നെയാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഷാർപ്പ് ചെയ്തതിന്റെ ശേഷമുള്ള നേരത്തെ നമുക്ക് ഇതിന്റെ മുമ്പ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, അതെന്ത് തീരെ ഒരു ഇത് ക്ലിയർ അല്ലായിരുന്നു. ഇതിപ്പോ വീണ്ടും നമ്മൾ എന്ത് ഷാർപ്പ് ചെയ്തതിന്റെ ശേഷമുള്ള ഒരു ഇതാണ്. ഇനി ഇത് തൊടുമ്പോ എന്ത് ചെയ്യില്ല, പിസറോ ഒന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ കയ്യിൽ ഒരു തരിമ്പ് പോലും തട്ടുകയുണ്ട്. അത്ര നീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണാം. അതായത് ഷാർപ്പ് ചെയ്തൊന്നും കൂടി എന്ത് ചെയ്യാൻ കാണാൻ കഴിയില്ല, അത്ര ഫിനിഷിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് ഇതില് ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന ഒന്ന് ആൾക്കാന്ന് വെച്ചാലോ അപ്പോൾ വീട്ടുകാർക്ക്, അതുപോലെ തന്നെ നമ്മളെ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ ഹോട്ടൽസ്, അതുപോലെ തന്നെ നമ്മളെ ഈ ബാക്കിയുള്ള ഈ ഫിഷിന്റെ ആൾക്കാര്, അതുപോലെ തന്നെ ഇറച്ചിന്റെ ആൾക്കാര്, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റിന്റെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഉപകരിക്കും. അതുപോലെ തന്നെ ഈ ഷെഫുകളുണ്ട്, നമ്മള് കാറ്ററിംഗിന്റെ ഷെഫുകൾ, അതുപോലെ തന്നെ പല പണിക്കാരും ഇവർക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആർക്കും എന്തില്ല, ഇത് നമ്മളിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് യാതൊരു ബുദ്ധിമുട്ടില്ല. അതായത് നമ്മള് ഈ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ആയുധങ്ങൾ പുറത്തെ രീതിയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്തില്ല. നമ്മൾ സാധാരണ നമ്മൾ വീടുകളിൽ നമ്മൾ ഹോട്ടൽസ് നേരത്തെ പറഞ്ഞ തന്നെ ഒരു ഏകദേശം ചെറിയൊരു രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ചെയ്തു കൊടുക്കുന്നുള്ളൂ. ഈ ഒരു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുള്ളൂ നമ്മളിലേക്ക് ചെയ്തോളൂ. നമ്മൾ അഡ്രസ് എത്തുന്നുണ്ട്, ഈ വീടിന്റെ താഴെ തന്നെ എന്നുണ്ട്. അപ്പൊ തന്നെ അതിന്റെ ക്യാപ്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് സാധിക്കും കാണാന്. നേരത്തെ പോലെ തന്നെ നമ്മളെ എന്താണ് ഷെഫ് ലൈനിന്റെ കത്തിയും അതും കണ്ടില്ല എന്ന് പറയണ്ട. ഇതില് സ്മൂത്തായിട്ട് നല്ല ഹെവി സ്മൂത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ കത്തിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം വർക്ക് ചെയ്തപ്പോ നേരത്തെ തീരെ നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഈ നമ്മളെ ഇതിൽ അഡ്രസ്സിലൊക്കെ എന്ത് ചെയ്തു ധൈര്യത്തിൽ തുടങ്ങി. ഇപ്പൊ മലപ്പുറംകാർക്ക് അതുപോലെ തന്നെ മലബാർ ഏരിയകൾക്കൊക്കെ എന്താണ് ഈ നോമ്പ് സീസൺ ആയി വരാൻ പോലെ. അപ്പൊ പഴയ കത്തികളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മക്രികടക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്താ ഇരുമ്പിന്റെ വിലക്ക് പോകുന്നു, ഒരുപാട് വിലപിടിപ്പുള്ള സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യത്തിൽ എന്ത് ചെയ്യാം, അത് ചെയ്യാം. നമ്മൾ നീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വീടുകളിലും കാണും, തിരിച്ചെത്തും. പിന്നെ ക്യാഷിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഡയറക്ഷൻ ഫോളോ ചെയ്യുമ്പോൾ മാത്രം പോകും. വാട്സപ്പിൽ വാട്സപ്പിൽ കണക്ട് ചെയ്താലും മതി. അപ്പൊ വീടുകൾക്കൊക്കെ ധൈര്യത്തിൽ എന്ത് ചെയ്യുക, എത്ര മോശപ്പെട്ട കത്തികൾ. ഇനി വേറെ അഗ്രികൾച്ചർ പോലത്തെ നമ്മൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ മടാള് അങ്ങനത്തെ പല നാടുകൾ പല പേര്, നമ്മൾ മലപ്പുറത്ത് നല്ല സിമ്പിൾ ആയിട്ട് മടാള് വെട്ടത്തിന് അങ്ങനെ പറയും. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ കണക്ട് ചെയ്തത്. അപ്പൊ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്പറിൽ കിട്ടുന്നില്ല എന്നുള്ളത് ഒഴിവാക്കണ്ട. നമ്മൾ വാട്സപ്പിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യുന്നത് മെസ്സേജ് അയക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും വീടുകളിലേക്ക് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ പുതിയ വീഡിയോസ് ആണ്, പുതിയ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ബിസിനസ് ഇത് കുറെ കാലം മുമ്പ് തുടങ്ങിയുള്ളതാണ്. ഇത് നമ്മളെ ഹാൻഡ് ഓവർ ചെയ്ത് ഏകദേശം നമ്മൾ ബ്രാൻഡിങ് ആക്കി ഏകദേശം മറ്റുള്ള ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു. അപ്പൊ ഇൻഷാല്ലാ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി മറ്റുള്ളവരെ ഈ കമന്റ്സിൽ കുറെ മോശപ്പെട്ട കമന്റ്സ് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, മോശമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നില്ല. എല്ലാവരും ജീവിക്കാനുള്ള പോരാട്ടത്തിന്റെ മുകളിലാണ് ഈ വീഡിയോസ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.